ഈ IT ടവറിൻ്റെ മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നു എൻ്റെ സ്റ്റാഫുകളോടുകൂടി. ഞാൻ 20 കൊല്ലം മുമ്പ്, 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക CM, ഞാൻ ഒറ്റ മിനിറ്റ്. ഞാൻ ഒരു 20 കൊല്ലം മുമ്പ് അബുദാബിയിൽ അൽ വഹദ മാൾ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാൾ, ഇപ്പോഴും അതെൻ്റെ തന്നെയാണ്, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് വേണം. അവിടെ വേറെ എല്ലാ ബ്രാൻഡുകളുടെ കോഫി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു പ്രത്യേക ബ്രാൻഡ് കോഫി ഷോപ്പ് വേണം. അത് വളരെ ഹൈ സ്റ്റാൻഡേർഡുള്ള ഷോപ്പിംഗ് മോളിലാണ് അവർ പോവുള്ളൂ. അങ്ങനെ എൻ്റെ ടീം അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശമില്ല, ആൾറെഡി ഞങ്ങൾ ഈ രാജ്യം വിട്ട്, ആ രാജ്യത്തെ പേരും ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകളൊക്കെ ലണ്ടനിലും പാരീസിലും എവിടെയൊക്കെ പോയാൽ ഈ കോഫി ഷോപ്പിലാണ് കോഫി കുടിക്കാറും ചായ കുടിക്കാറും. അപ്പോൾ എന്നോട് ഒരുപാട് എൻ്റെ അറബി സഹോദരന്മാരടക്കം പറഞ്ഞു ഈ കോഫി ഷോപ്പ് ഞങ്ങൾക്ക് കൊണ്ടുവരുന്നു. അവസാനം അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാനെ കാണാൻ പോയി. 1.5 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ പോയി കാത്തിരുന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ കൺവിൻസ് ചെയ്യുകയാണ്. എന്താണ്? കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് വന്ന് നിങ്ങളുടെ ബ്രാൻഡ് നടത്തിയാൽ മതി. എന്നിട്ട് നിങ്ങൾ 3 മാസമോ 4 മാസമോ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വാടക തന്നാൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനും പോകാനുള്ള ചാർജ് തന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അതൊരു പുതിയ അനുഭവമായിരിക്കും അദ്ദേഹത്തിന്, ഒരു പുതിയ ഇന്നോവേഷൻ വി ക്യാൻ സേ. അപ്പോൾ പറഞ്ഞു, ശരി, ഞങ്ങൾ വരാൻ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രോയിങ് തരിക, അതനുസരിച്ച് ഞങ്ങൾക്ക് പണിത് തരാമെന്ന് പറഞ്ഞു. അൽ വഹദ മാളിൽ ഇന്നും ആ മാളിൽ നടക്കുകയാണ് നന്നായിട്ട്. അവരവിടെ വന്നു, സ്റ്റാർട്ട് ചെയ്തു. അവർ പറയുന്ന രീതിയിൽ ഞാൻ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തു. നോക്കുമ്പോൾ അവിടെ ആൾക്കാർ ലൈൻ നിൽക്കുകയാണ് 1 മാസം. അപ്പോൾ ഞാനൊരാളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം ഇതേമാതിരി ലൈൻ നിന്നിട്ടാണ് കോഫി കുടിക്കാൻ വരുന്നത് അവിടെ ആൾക്കാർ. 4ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചെയർമാൻ നേരിട്ട്. ഹലോ, നിങ്ങൾക്ക് കാര്യമായ ബിസിനസ് ഇല്ല എന്ന് തോന്നുന്നു, ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാവാം. അയ്യോ, ഇല്ല, ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട്, ആയതുകൊണ്ട് ഞങ്ങൾ വാടക തരാം. ആ കോഫി ഷോപ്പ് എൻ്റെ 5 ഷോപ്പിംഗ് മോളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേമാതിരി ഞാൻ ബഹുമാനപ്പെട്ട CMനോട് പറഞ്ഞു, ഇവിടെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫർണിഷ് ചെയ്യുക, ഇവിടെ വരിക, ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുക, അതുകൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക, അതിനൊന്നും ഇപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല. IBMനെ പോലെയുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിനൊരു ടീമിനെ നിശ്ചയിച്ചു. നിങ്ങൾക്ക് വരിക, നിങ്ങൾക്ക് ഏത് നിലയ്ക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണിത് നിങ്ങൾക്ക് തരാം. ആ ചിലവാകുന്ന കാശിനെപ്പറ്റി പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ബട്ട് യു പ്ലീസ് കം. അതേമാതിരി ഇപ്പോൾ IBM വന്നു, IBM ഇനിയും വരും. അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളോട് മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാണ്. കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസ്തവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്. മുമ്പ് നമ്മൾ ഇന്ത്യനെ പറ്റി ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്തായിരുന്നു? ജനസംഖ്യാ വർധന. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആസറ്റ് ഈസ് അവർ യങ് പോപ്പുലേഷൻ. ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം അവിടെയൊക്കെ ഓൾഡ് പോപ്പുലേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആ സ്ഥലത്ത് ഇന്ത്യയിൽ 27 മുതൽ 32% വരെയും യങ് പോപ്പുലേഷനാണ്. അതും അഭ്യസ്തവിദ്യരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയിടവും കഴിവുമുള്ള യുവാക്കളാണ്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇതിന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ്. ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും, ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും.
ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത്. ആളുകൾക്ക് ജോലി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗവാക്കാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.